ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസത്തിന് ശേഷം പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഞാൻ. വിശേഷങ്ങൾ എന്നത്തെയും പോലെ തന്നെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പിള്ളേരുടെ എക്സാമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നന്ദുവിൻ്റെ ഇപ്പം 3 കഴിഞ്ഞു. കുഞ്ചൂസിൻ്റെ എത്ര എണ്ണം കഴിഞ്ഞുടാ? എത്ര? കുഞ്ചൂസിൻ്റെ എത്ര കേട്ടില്ല? 4. നന്ദുവിൻ്റെ 10ാം ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഒന്നും കൂടിയും ഏതൊക്കെയാണ് അങ്ങനെ ഞാൻ നോക്കാറുണ്ട്. അപ്പം പിന്നെ കുഞ്ചൂസ് വേറെ എക്സാം എഴുതി കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. എൻ്റെ ചൂണ്ടൊക്കെ എന്തൊരു കറുപ്പം. ഞാൻ ലിപ്സ്റ്റിക്കിന് അടിമയായത് വെറുതെ ഒന്നുമല്ല. ഈ ചുണ്ട് ഇത്രയും കറുത്തത് കൊണ്ടാണ് എനിക്ക് സ്കിന്നിനെക്കാട്ടിയും അതിനെക്കാട്ടിയും തോന്നിക്കുന്നത് ചുണ്ട് കറുത്തത് കൊണ്ട് കേട്ടോ. ഞാൻ അതുകൊണ്ട് എപ്പോഴും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം പിന്നെ ലിപ് ബാം വാങ്ങി. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനൊരു കണ്ടില്ലേ, ലിപ് ബാം തേച്ചത് മനസ്സിലാവണില്ലേ? അതിൻ്റെ കൂടെ കുറച്ച് കഴിയുമ്പോൾ ഒരു നമ്മളിപ്പോൾ സ്കിന്നിലൊക്കെ ക്രീമൊക്കെ തേച്ചാൽ സ്കിന്ന് ഒരു ഗ്ലോ ആയിട്ട് തോന്നില്ല. അപ്പോൾ ആ ചുണ്ടിന് അതുപോലെ തോന്നുന്നില്ലേ? കുറച്ചും കൂടി കഴിഞ്ഞാൽ അതുമ്മ കൂടി ഒരു കളർ വരും. ഞാനല്ല കഴിച്ചു, ഞാൻ ആ ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ. ഞങ്ങളുടെ ഇപ്രാവശ്യം ഏട്ടാ എനിക്ക് കഴിക്കാനുള്ള അവകാശമുണ്ട്. ഇവിടെ ഇപ്രാവശ്യം ഇഷ്ടം പോലെ ഞങ്ങൾക്ക് ഇങ്ങനൊരു മാങ്ങ കിട്ടാറില്ലായിരുന്നു കേട്ടോ, അല്ലേ? നന്ദു ഇപ്പം എപ്പോഴും കലിപ്പ് മൂടിലാണ് മിക്കവാറും. ഞങ്ങളോട് ഇങ്ങനെ തർക്കത്തിലൊക്കെ പറഞ്ഞു ഇവിടെ ലേശം കിട്ടാ, ഇവിടെ കിട്ട ലേശോ കൊണ്ടാ നന്ദു. നന്ദുവിൻ്റെ ശബ്ദമൊക്കെ മാറിയതാണ് കുറച്ചും കൂടി എനിക്ക്. ചെറിയ പുളിപ്പുണ്ട്, പക്ഷെ നമുക്ക് പോവാം. 1 മണിക്ക് ഉച്ചക്ക് ചൂടുള്ള സമയത്ത് പോകണം. ഞങ്ങൾ പുറത്ത് പോകാനൊക്കെ ചെറിയൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. കാരണം ഇവരെ കുറേ ദിവസങ്ങളായി ഞാൻ പുറത്തേക്ക് കൊണ്ടുപോയിട്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് പുറത്ത് പോയിട്ട് ചായ കുടിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പുറത്ത് തന്നെയാണല്ലോ, ഇവർ വീടിനകത്ത് തന്നെ അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ച് പുറത്തൊന്ന് കൊണ്ടുപോകാന്ന്. അത് ഞാൻ വഴിയെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇന്നും മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ എനിക്ക് ചായ കുറച്ച് ബാക്കിയായിരുന്നു കേട്ടോ. ഇന്നലെ വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നോമ്പ് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇന്നലെയും ഇന്നുമാണ് ചായ ബാക്കി വന്നത്. പിന്നെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഫ്ലാസ്ക് ഞാൻ ഇനിയിപ്പോൾ കഴുകണില്ല, എനിക്ക് മടി പിടിച്ചു സത്യം പറഞ്ഞാൽ. എനിക്കൊരു 3-4 സാരിയൊക്കെ കഴുകിടാനുണ്ടായിരുന്നു. പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. ഇല്ല, ഉറങ്ങില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ ലീവാവുണ്ടായിരുന്നു. നമ്മൾ ചീത്ത പറയണം കേട്ടോ. ഒരു 2-3 ദിവസം മുമ്പ് ഞാൻ മാർക്കറ്റിൽ ലീവായി ഉറങ്ങിപ്പോയിട്ട് അയ്യോ ഒന്നും പറയണ്ട കഥ. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ചോറ് വെച്ചു, സാമ്പാർ വെച്ചു, തേങ്ങ വറുത്തരച്ചിട്ട് സാമ്പാർ വെച്ചു, അമരപ്പയറിൻ്റെ ഉപ്പേരി വെച്ചു. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ അച്ചാറുണ്ട് വാങ്ങിയത്. അച്ചാർ എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല ശരിക്കും പറയാം, മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിയതല്ലേ, കുഴപ്പമില്ല, അതിൻ്റെ കൂടെ അങ്ങനെ കൂട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ, വേറെ ഒന്നും വെച്ചിട്ടൊന്നുമില്ല. സാമ്പാർ ഇവർക്കും ഇഷ്ടമാണ്. ഇന്നലെ പരിപ്പും തക്കാളിയും കൂടി തേങ്ങ അരച്ച് വെച്ചു, അതും കുഴപ്പമില്ലായിരുന്നു. പിന്നെ പൊതുവേ ഞാൻ വെക്കണ എൻ്റെ എല്ലാ ഫുഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരിക്കലും നല്ലതല്ല എന്ന് ഞാൻ പറയില്ല. നന്ദുവിന് ഇഷ്ടമല്ല? നന്ദുവിന് ഇഷ്ടമല്ല? കുഞ്ഞൂസിന് ഇന്നലെ കറിയൊന്നും ഇഷ്ടമായില്ല. അല്ല, പൊതുവേ ഞാൻ വെക്കണ എല്ലാതും എനിക്ക് നല്ലതായിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് നല്ല ടേസ്റ്റ് തോന്നാറുണ്ട് ഇവിടെ. അങ്ങനെ അപ്പം ഇന്ന് ഞാൻ തേങ്ങ വറുത്തരച്ച് സാമ്പാർ വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളും അതിന് മാത്രമില്ല. ഉരുളക്കിഴങ്ങ്, തക്കാളി, സവോള, വെണ്ടയ്ക്ക, പരിപ്പ്. അല്ല, സാമ്പാറിന് അങ്ങനെയല്ലല്ലോ. നമ്മളിപ്പോൾ അമ്പല പരിപാടിക്കൊക്കെ പോകുമ്പോൾ, കല്യാണ പരിപാടിക്ക് പോകുമ്പോൾ അതിലത്തെ സാമ്പാറിലൊക്കെ എത്ര കഷ്ണങ്ങളുണ്ടാവും ഇവിടെ? കുറേ കഷ്ണങ്ങളുണ്ടാവും. നമ്മൾ കഷ്ണം കുറച്ചിരുന്നതാ. ഇവരൊന്നും അങ്ങനെ കഷ്ണം കൂട്ടില്ല കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞാൻ ക്യാരറ്റ് അതൊക്കെ മേടിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ മനഃപൂർവ്വം മേടിക്കാതെ എനിക്കിപ്പോൾ ഈ മാസം 3-4 പേർക്ക് ചെറിയ ചെറിയ പൈസ കടായിട്ടുണ്ട്. അവിടെ നിന്ന് വാങ്ങി ഇവിടെ കൊടുത്ത്, ഇവിടെ നിന്ന് വാങ്ങി അവിടെ കൊടുത്ത്. സത്യം പറഞ്ഞാൽ പ്രാന്തായി തുടങ്ങി. ഇപ്പോൾ സ്കൂൾ തുറന്നാലും സ്കൂൾ ട്രിപ്പ് എടുത്താലുള്ള ഒരു പ്രതീക്ഷ എനിക്ക് ആവണില്ല. ഫുൾ ടൈം ഇങ്ങനെ വർക്ക് ചെയ്തിട്ടും കയ്യിലൊന്നും സേവിങ്സ് കിട്ടുന്നില്ല. പിന്നെ ഇക്കൊല്ലം നമ്മളങ്ങനെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല അല്ലേ. അങ്ങനെ വളരെ വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം അത്രയും അങ്ങനെ എടുത്തിട്ടുള്ളൂ. മറ്റേത് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ എടുത്തു കൊടുക്കലുണ്ട്. ഇപ്രാവശ്യം ഇവർക്കായാലും
ഒക്കെ ഇങ്ങനെ പിന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ ഒരു വർഷം ഇങ്ങനെ പോട്ടേന്ന് അടുത്ത വർഷം സ്കൂൾ ട്രിപ്പ് എടുത്തെല്ലാം ശരിയാവുമെന്ന് വിചാരിക്കണം. പിന്നെ എന്തെന്നാ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചോറ് ഞങ്ങൾ നേരത്തെ കഴിക്കും. എന്നിട്ട് കഴിക്കണേ കുഞ്ചൂസ് ഫുഡ് എപ്പോഴും ഫുഡി ടൈപ്പാണ് കുഞ്ചൂസ് കേട്ടോ. പക്ഷേ അവന് ഇപ്പം ഈ അടുത്ത് എന്താ കുഞ്ചൂസിനൊരു എന്തോ വയറ്റ് ഒക്കെ എന്തോ സംഭവം ഉണ്ടായിട്ടില്ലേ? എന്താ നീ കുറെ 3-4 ദിവസം ഫുഡൊന്നും കഴിക്കാഞ്ഞേ? എന്താ അത് വയറ് ഫീവറായിരുന്നു തോന്നുന്നു അല്ലേ? അപ്പോൾ സാധാരണ കുഞ്ചൂസ് എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ ഞാനിങ്ങനെ പറയും ഇത് എവിടേക്കാണത് എപ്പോഴും എടുത്ത് കഴിക്കുന്നത്, ഇത് എവിടേക്കാ പോണത്, എവിടേക്കാ 2 നമുക്കുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല. 2 ചോദിച്ചപ്പോൾ കറക്റ്റ് 2 നന്ദി എനിക്ക് വെച്ചത് മസാലക്കടലയാണ്. അപ്പൊ ഞാനെന്താ പറഞ്ഞിരുന്നു? അപ്പൊ കുഞ്ചൂസ് എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ചീത്ത അറിയാം. ഒന്ന് കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ അടുത്ത കഴിക്കും അങ്ങനെ. അപ്പൊ ഞാൻ ചീത്ത പറയും കേട്ടോ. ഇനിയിപ്പോ ഒന്നില്ലെങ്കിലും മാങ്ങ ഇഷ്ടം പോലെ വീഴുണ്ടാവും. മാങ്ങ തന്നെ തിന്നും, ഉപ്പിട്ടിട്ടും മുളകും ഉപ്പും കുഴച്ചിട്ടൊക്കെ തിന്നും. ഇന്നിപ്പോൾ പൊടിച്ച മുളക് ഇതേ കഴിഞ്ഞു. ലാസ്റ്റുള്ളത് ഞാൻ സാമ്പാറിലേക്ക് തട്ടി. പിന്നെന്താ പിന്നെ ചക്ക തിന്നു പ്രാവശ്യം എൻ്റെ ഫ്രണ്ട് തന്നിട്ടും ഞങ്ങളുടെ ഹൗസ് ഓണർ തന്നിട്ടും ചക്ക തിന്നു കുറേ. അപ്പം അതിൻ്റെ കുരുണ്ട് നന്നായിട്ട് കേട്ടോ. അപ്പോൾ കുരുവൊക്കെ ഞാനിപ്പോൾ 2 പ്രാവശ്യം വെയിലത്തിട്ട് ഉണക്കുകയാണ്. കാണിച്ചു തരാം. നല്ല വെയിലുണ്ട് കേട്ടോ. ഞാനപ്പോൾ തന്നെ മുളക് വാങ്ങി 1/2 കിലോ മുളക് വാങ്ങിയിട്ട് പൊടിക്കാനിട്ടുണ്ട്. ഇത് 2 ടൈപ്പ് മുളകാണ്, പിരിമുളകും സാധാ മുളകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട പിരിഞ്ഞിട്ടുള്ള മുളകുകൊണ്ട് കാശ്മീരി മുളകില്ലേ, അപ്പോൾ കുറച്ച് എരിവ് കാശ്മീരി മുളകിന് എരിവുണ്ടാവില്ല. അപ്പോൾ അതും പകുതി വാങ്ങി, എരിവുള്ള മുളകും പകുതി വാങ്ങി. പിന്നെ ഇത് ചക്കക്കുരു ഇത് തോനുണ്ട്. അപ്പോൾ അത് കൂടി ഉണക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കേട് വരില്ലല്ലോ. പിന്നെന്തെന്നാ വേറെ വിശേഷം എന്താ പറയാമെന്ന്. ഇനി ചോറ് കഴിക്കണം. കുറച്ച് ഇന്ന് ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാണ്ട വിചാരിച്ച് പറ്റുകയാണെങ്കിൽ 1/2 മണിക്കൂർ ഉറങ്ങും. എന്താ എന്താ ചായ വേണമായിരുന്നു? ഇന്നൊക്കെ ചായ ബാക്കിയാ, ഇന്നും ചായ ബാക്കിയാ. ഇന്നലെ അതിലേറെ ബാക്കിയായിരുന്നു. ഇന്നലെ വെള്ളിയാഴ്ചയായിട്ടൊന്നും മാർക്കറ്റിൽ ആരും ഇല്ലായിരുന്നു. എന്നാലും പോവാണ്ടിരിക്കുന്നത് ശരിയല്ല. കുറേ ആളുകൾ ചായ സ്ഥിരമായിട്ട് കുടിക്കുന്ന ആൾക്കാരുണ്ട് പുലർച്ചെ ടൈമിൽ. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ എത്തിയിരിക്കുന്നത്. ഇന്ന് ഇവിടുന്ന് ഞാൻ 3:50 ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി 4:08 ആകുമ്പോഴത്തേക്കും ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. സാധാരണ 4:20 മിക്ക ദിവസങ്ങളും എത്താറ്. പിന്നെ ഞാൻ പറഞ്ഞില്ല 2-3 ദിവസം മുമ്പ് 4 ദിവസം മുമ്പ് ഞാൻ ലീവായിപ്പോയി. വയ്യായിരുന്നു, തീരെ വയ്യായിരുന്നു. പിന്നെ അന്ന് മരുന്ന് വലിക്കാണ്ടും ഈ പറഞ്ഞ പോലെ ശ്വാസം മുട്ടുണ്ടായിരുന്നു. പിന്നെ ഉറക്കത്തിൽപ്പെട്ടു, എണീക്കാൻ നേരം വൈകി. അങ്ങനെ ചിലപ്പോൾ ഞാനിങ്ങനെ ഓട്ടം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ അതേപടി പെട്ടെന്ന് തന്നെ കിടന്ന് ഉറങ്ങിപ്പോവും. അങ്ങനെ വരുന്നതാണ്. ഇപ്പം ചൂട് കൂടുതലായിട്ടാണെങ്കിൽ ചൂടെടുത്തിട്ട് ഏത് സമയവും നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഫാൻ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഫാനൊന്നുമില്ല. ഇവരുടെ വീട്ടിൽ ഫാനൊന്നും ഉണ്ടായിട്ടില്ല. ഒരു റൂമിൽ പോലും ഫാനില്ല. ഞങ്ങൾ എന്നിട്ട് പെഡസ്റ്റലിൻ്റെ ഫാൻ ഇവിടേക്ക് വന്നപ്പോൾ ഒന്ന് വാങ്ങിയതാണ്. കാരണം പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഞ്ചൂസൊക്കെ എപ്പോഴും ഫാനിൻ്റെ ചോട്ടിലായിരിക്കും, ഏത് സമയവും ഫാൻ വേണവന്. അപ്പം ഞാൻ കാരണം അങ്ങനെ വാങ്ങി. പിന്നെ ഞാൻ ഇവരെ കൂടെ അല്ല കിടക്കണത്, ഞാൻ തൊട്ടപ്പുറത്ത് റൂമിലാണ് കിടക്കൽ. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ നന്ദു എൻ്റെ ഫോണെടുത്ത് കളിക്കും, ഏത് സമയവും ഗെയിം കളിക്കും. അപ്പോൾ ഇപ്പോഴെല്ലാം ഉറങ്ങുന്ന ടൈമിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെയാണ് ഞാൻ മാർക്കെടുക്കാൻ തുടങ്ങിയത്. പിന്നെ അതിപ്പോൾ ശീലമാക്കി. അപ്പോൾ ഒരു ടേബിൾ ഫാൻ അവിടെ ഉണ്ട്, നന്നാക്കാൻ കൊടുക്കാനുണ്ട്. നമ്മൾ ആദ്യത്തേതാണ്. അത് നന്നാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, ചോദിച്ചു നോക്കണം നന്നാക്കാൻ പറ്റുമോ. പറ്റുകയാണെങ്കിൽ അത് നന്നാക്കി എടുക്കണം. ചൂട് സഹിക്കാനാവില്ല. പിന്നെ ഈ നൈറ്റൊക്കെ ടൈറ്റായി തുടങ്ങിയിട്ടാണ്, തടി കൂടി വരികയാണ്. എന്നോട് ഇന്നും ആരോ കണ്ടപ്പോൾ പറഞ്ഞു ഭയങ്കര തടി വെച്ചല്ലോ. ശരിയാണോ? നല്ല തടി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വിശേഷമൊക്കെ ഞാൻ പറയാം കേട്ടോ. പുറത്ത് പോകാനുണ്ട്. പിന്നെ ഈ നോമ്പ് തുറയുടെ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ, സ്നാക്സ് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അധികവും പുറത്ത് പോയി കഴിഞ്ഞാൽ ഓപ്പോസിൽ നിന്നാണ് ചായ കുടിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓപ്പോസിലത്തെ ചായ, അടിപൊളിയാണ്. പിന്നെ അടുത്ത സ്നാക്സൊക്കെ വെറൈറ്റിയാണ്.
ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മാറ്റി മാറ്റി കഴിക്കുക. അപ്പോൾ ഇപ്പോൾ പുതിയ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിള്ളേരൊന്ന് കൊണ്ട് പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോകുമ്പോൾ ചിലവൊന്നുമില്ല. നമ്മൾ പോവാത്തൊരു മാളുണ്ട് ടൗണിൽ. അപ്പോൾ ഇവരൊന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അതൊന്ന് കാണിച്ചു കൊടുക്കുക. അതിന് വേറെ ചിലവില്ലല്ലോ. പിന്നെ വല്ല ഐസ്ക്രീമോ എന്തെങ്കിലും വെള്ളം വാങ്ങിക്കൊടുക്കും. വേറെ ഒന്നും വാങ്ങിക്കൊടുക്കാൻ പൈസ ഒന്നുമില്ല. അവരോട് വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ അവരൊന്നും ചോദിക്കൊന്നുമില്ല. വേറെ ഒന്നും വാങ്ങാനില്ല. പിന്നെ ഡെയിലി നമ്മൾ സാധനങ്ങൾ ടൗണിൽ നിന്ന് മേടിക്കുന്നുണ്ടല്ലോ, മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നുണ്ട്. സ്റ്റേഷനറി കടയിലത്തെയും പച്ചക്കറി കടയിലത്തെയും ഇനിയിപ്പോൾ ഇടയ്ക്ക് ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ, നട്ട്സ് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ അവിടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടയുണ്ട്. അപ്പോൾ ഞാനങ്ങനെ അവിടെ തന്നെ മേടിക്കുക. പിന്നെ ഫ്രൂട്ട്സ് ഞാൻ ഓട്ടമൊക്കെ കഴിഞ്ഞിട്ട് രാത്രി വരുമ്പോൾ പാളയത്തുനിന്ന് മേടിക്കും. അങ്ങനെയാണ്. അപ്പോൾ 2 ദിവസം മുന്നേ നാരങ്ങ വാങ്ങിയത് തീർന്നിട്ടില്ല. അപ്പോൾ ഓരോന്ന് വാങ്ങിയത് തീരുമ്പോഴാണ് ഞാൻ മേടിക്കുള്ളൂ. അപ്പോൾ തന്നെ ചോറ് കഴിക്കണം. നല്ല വിശപ്പുണ്ട്. ഇന്ന് രാവിലെ 2 ഇടിയപ്പമാണ് കഴിച്ചത്. നൂൽപുട്ട്, നൂലപ്പവും ബാജിക്കറിയാണ്. അപ്പോൾ 2 കഴിച്ചോളാം. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു വിശക്കുന്നുണ്ട്. ചോറ് തിന്നാലേ. സമയം മാത്രമായിട്ടില്ല ഏട്ടാ, സമയം മാത്രമായിട്ടില്ല. എന്നാലും ചോറ് തിന്നട്ടെ. വിശപ്പല്ലേ മുഖ്യം. ടൈമൊന്നും ആവണമെന്നില്ലല്ലോ. ചോറിനട്ടെ. അപ്പോൾ ഞാൻ കാണിച്ചിട്ട് കേട്ടോ. ഇന്ന് സാമ്പാറാണ്. തേങ്ങ അരച്ച സാമ്പാർ. തോനെ കടുകൊക്കെ ഇട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. സാമ്പാർ വറുത്തരച്ച സാമ്പാറാണ്. ഇതൊന്ന് സാമ്പാർ. ഞങ്ങൾക്ക് 3 ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ. പിന്നെ കുറച്ച് ഉപ്പേരി, നമ്മുടെ അമരപ്പയറിൻ്റെ ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വാങ്ങിയതിൽ കുറച്ച് ഞങ്ങൾ തേന മാളിലേക്ക് പോവുകയാണ്. കുറേ ദിവസം എനിക്കുള്ള ചോറ് രണ്ടാളും പുറത്തേക്ക് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ഞാൻ അവരെ അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പെട്ടെന്ന് തീരുമാനിച്ചതാണ്. രാവിലെ വന്നവരെടുത്ത് നോക്കട്ടെ. അപ്പോൾ ഇത് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പുറത്തേക്ക് പോകാണ്ടെന്ന്. സമയം 2 അല്ല ഇതിരി നോക്കുമ്പോൾ എനിക്ക് 2:40. ഇതെന്താ യൂണിഫോമിൻ്റെ ഷർട്ടൊക്കെ ഡോർമാ ലൈറ്റ് ഓഫ് ആക്കുക. അകത്തെ ലൈറ്റ് ഓഫ് ആക്കുക. കുഞ്ചൂസാണ് വണ്ടി എടുക്കാൻ പോകുന്നത് കേട്ടോ. കുഞ്ചൂസാണ് ഡ്രൈവർ. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ടോപ്പ് എങ്ങനെയുണ്ട് നീൻ്റെ കാണാൻ? എടാ നമുക്ക് സെൽഫി എടുക്കണ്ട. ആദ്യം നമ്മൾ സെൽഫി എടുക്കട്ടെ, എന്നിട്ട് വരാം കേട്ടോ. പുറത്തേക്ക് പോവുകയാണ്. ഞാനൊരു അരമണിക്കൂർ. എത്ര മണിക്കൂർ ഇറങ്ങിയ? 1 മണിക്കൂറാ? എത്ര സമയം ഇറങ്ങി? 1 മണിക്കൂർ ഇറങ്ങിയ? 1 മണിക്കല്ലേ? നിങ്ങൾ വന്നിരിക്കാൻ വിളിച്ചില്ലടാ. അതിൽ ഏകദേശം 1 മണിക്കൂർ ഉറങ്ങാൻ ഇറങ്ങി. ചൂട് കാരണം ഞാൻ മുടി പൊന്തിച്ച് കെട്ടിയിട്ടാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങളത് മാളിലേക്ക് പോകട്ടോ. കുറച്ച് ദിവസം ഇവരെയും കൊണ്ട് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. പിന്നെ ഇവരുടെ അടുത്ത് നമ്മൾ എവിടേക്കെങ്കിലും രാവിലെ ഇപ്പോൾ പോകാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോണവരെ സൗകര്യക്കേടാക്കും. അപ്പോൾ ഞാൻ നന്ദുവിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അവൻ ട്യൂഷൻ പോയിരിക്കുന്നു. കുഞ്ചൂസിനോട് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ അവനായിരുന്നു ചോദ്യം. അപ്പോൾ ഞങ്ങളിതേ പോണ വഴിക്കുള്ള മുടപ്പാട്ട് പാലത്തിൻ്റെ ഇതിൻ്റെ ഓവാട്ടത്. ഇവിടുത്തെ വെള്ളം ഇപ്പോൾ ഈ കളറാണ് എപ്പോഴും. ഓയിൽ കളിക്കാന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. എന്തോ ഒരു ജാതി അഴുക്കും വെള്ളം, കറുത്ത കളറാണ് വെള്ളത്തിന്. പിന്നെ ഇവിടെ അടുത്ത് ഹോസ്പിറ്റലുണ്ട്, മൈത്ര ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. ചിലപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കാം. പക്ഷെ ഞാൻ ഇന്ന് ഈ വഴിക്ക് ചായ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഇനി ഇതിൽ എപ്പോൾ പോവുകയാണെങ്കിലും ഞാൻ ഈ വെള്ളം ഇങ്ങനെ നന്നായി നോക്കാറുണ്ട്. ഇതിൻ്റെ ഒരു കളർ കാണുമ്പോൾ കേട്ടോ. പിന്നെ ചൂടൊക്കെ ആകുമ്പോൾ രാവിലെ നല്ലോണം വെള്ളം ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം കുറേ വറ്റിയുണ്ടാവും. കാരപ്പറമ്പിലുള്ള ബ്ലോക്കാണ് ഈ കാണുന്നത്. ഭയങ്കര തിരക്കാണ്. ഇവിടെ നിന്ന് കുറേ സമയം എടുത്താലേ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. കുഞ്ചൂസ് പിന്നെ കുറച്ച് കച്ചറായിട്ടിരിക്കുമായിരുന്നു. ഞങ്ങളായിട്ട് കുറച്ച് അലമ്പായിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ മാളിലൊക്കെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ മാറിയത്. പോകുമ്പോൾ ഫുള്ള് കലിപ്പായിട്ടാണ്. പിന്നെ നന്ദു ഇങ്ങനെ അവനെ വെറുപ്പിക്കൊണ്ടേയിരുന്നു. കാരപ്പറമ്പ് ബ്ലോക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒഴിവായി കിട്ടുമ്പോഴത്തേക്കും അടുത്ത് എരഞ്ഞിപ്പാലത്തുണ്ടാവും കേട്ടോ.
മുളക് പൊടിക്കാൻ കൊടുക്കാൻ പോകട്ടെ കുഞ്ചൂസ്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ വാങ്ങിയാൽ മതിയല്ലോ. അത്രേ ഉള്ളൂ. തേർഡ് ഫ്ലോറേ ഉള്ളൂ. കുഞ്ചൂസേ കുഞ്ചു ഇത് വന്നിട്ട് ബ്ലൂ ഡയമണ്ട് മോളാട്ടോ. നമ്മുടെ പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷേ ഞാനിവിടെ പോയി നോക്കിയപ്പോൾ എനിക്ക് അകത്തുനിന്ന് കയറിയപ്പോൾ അത്ര ഇഷ്ടമായില്ല കേട്ടോ. വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല. തിയേറ്ററൊക്കെ ഉണ്ട്, അത് നമ്മൾ നോക്കിയിട്ടൊന്നുമില്ല. എന്നാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞില്ല അവിടെ നിന്ന് പോരുകയാണ്. ഞാൻ ഈ ഫോക്കസ് പണിക്ക് പോകാനായിട്ട് അത് കുറേ അങ്ങോട്ട് പോയതൊക്കെ നമ്മൾ പിന്നെ നമ്മൾ ലിഫ്റ്റിലിറങ്ങാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോ ശനിയാഴ്ചത്തെ ഇന്നത്തെ ഓട്ടം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഓട്ടം കഴിച്ചതിന് ശേഷം എഡിറ്റ് ചെയ്യാതിരിക്കുകയാണ്. ഓട്ടം കഴിഞ്ഞതിന് ശേഷം എന്നാലും ഇതൊന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക കേട്ടോ. നല്ല രസമായിരുന്നു പോയത്, നന്നായി പോയത്. നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു യാത്ര. ചെറുതാണെങ്കിലും കുറേയൊന്നും ഇല്ലെങ്കിലും പക്ഷേ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഈ നോമ്പൊക്കെ ആയിരുന്നേ അങ്ങനെ ആളൊന്നുമില്ല, ഓട്ടത്തിന് കുറവാണ്. അങ്ങനെ ഞങ്ങളിത് ഫോക്കസ് മാളിലെത്തി. വണ്ടി പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്യണതിന് 20 രൂപ കേട്ടോ. അത് ഞാനവിടെ ജോലി ചെയ്യുന്ന സമയം മുതലേ 20 രൂപയാണ്. നേരത്തെ പോയ മാളിൽ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. വണ്ടി ചുമ്മാ പാർക്ക് ചെയ്ത് അങ്ങനെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നു. ഇവിടെ 20 രൂപയും കൊടുത്ത് പാർക്ക് ചെയ്ത് ഞങ്ങൾ തന്നെ മാളിൻ്റെ അകത്തോട്ട് കയറുകയാണ്. ഞാൻ ശരിക്കും ഇന്നിപ്പോൾ വ്യാഴാഴ്ച കേട്ടോ, 13-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അതിൽ 2-3 ദിവസം ട്രൈ ചെയ്തു, ഉറങ്ങിപ്പോയി. എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഇപ്പോൾ ഇത്രയും ലേറ്റ് ആയത് കേട്ടോ. കഴിഞ്ഞ ശനിയാഴ്ചത്തെ വീഡിയോ ആണത്. ഞാൻ മുമ്പ് ഈ മാളിൽ സെക്യൂരിറ്റി ആയിട്ട് കുറച്ച് നാൾ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഉള്ള ആ ചേട്ടനാണ് അവിടെയുള്ള സതീഷേട്. പുള്ളി ആ സമയത്തുണ്ട്, ഇപ്പോഴും അവിടെ തന്നെ അതേ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ കയറിയത് ഹൈപ്പർ മാർക്കറ്റിലാണ്. അവിടെ പോയാൽ പൊതുവേ നമ്മളിങ്ങനെ എല്ലാ പ്രാവശ്യവും ഓരോ ലേസ് വാങ്ങി തിന്നാറുണ്ട്. പതിവ് പോലെ ഞങ്ങൾ ഇന്നും ലേസ് വാങ്ങി കഴിച്ചു കേട്ടോ. കുഞ്ചൂസ് പിന്നെ ഇടഞ്ഞ് നിൽക്കണെ കൊണ്ട് വാങ്ങിയില്ല, അതവന് നഷ്ടമായി. പിന്നെ അതിൻ്റെ ഇടയിൽ നന്ദും കുഞ്ചൂസും പോയിട്ട് ഗെയിമൊക്കെ കളിച്ച് പോയിട്ട് ഞാൻ പോയിട്ടില്ലായിരുന്നു. അതാണ് വീഡിയോയിൽ പെടാഞ്ഞത്. ആദ്യം 36,000. അങ്ങനെ നമ്മൾ മാളിലെത്തി, ഫോക്കസ് മാളിലെത്തി. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ ഈ സൈഡിൽ സ്റ്റെപ്പുണ്ട്, സ്റ്റെപ്പ് കയറി പോവാണ്. അല്ല സ്റ്റെപ്പ് ഇറങ്ങി പോവാം നമ്മൾ വന്ന വഴിക്ക്.
അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന വഴി ഓപ്പോസിറ്റ് കയറി. ഇവിടെ നിന്നാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ചായ കുടിക്കാറ്. അപ്പോൾ നോമ്പുതുറയുടെ സ്പെഷ്യൽ കടികളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ കടികളും ചായയൊക്കെ. അപ്പോൾ ഞാനും നന്ദും ബ്രെഡ് പോക്കറ്റാണ് വാങ്ങിയത്. കുഞ്ചൂസ് ബന്നിൻ്റെ ഉള്ളിൽ ചിക്കനൊക്കെ ഫില്ല് ചെയ്ത് ആ ഒരു സംഭവമാണ് വാങ്ങിയത്. പേരെനിക്ക് അറിഞ്ഞൂടെ പറഞ്ഞുതരാൻ. അത് നല്ല ടേസ്റ്റ് ഉണ്ട്, അവൻ പറഞ്ഞിരുന്നു കേട്ടോ. അതിൽ ഫുള്ള് ചിക്കനും ഒക്കെ നിറച്ചിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ബ്രെഡ് പോക്കറ്റും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മളെപ്പോഴെങ്കിലുമാണ് വാങ്ങാറുള്ളൂ. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചായ കുടിക്കാറുണ്ട്. മക്കൾക്ക് ഇടയ്ക്ക് ഇതുപോലെ അവരെയും കൊണ്ടുപോയിട്ട് വാങ്ങി കൊടുക്കാറുണ്ട്. ഞാൻ പിന്നെ വൈകുന്നേരം ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്ത് പോയിട്ട് ചായ കുടിക്കുക ഇവിടെ നിന്നാണ്. ഇവിടുത്തെ ചായ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ കടികളായാലും ഭയങ്കര വെറൈറ്റി കടികളുണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകലുണ്ട്. മുമ്പ് ഞങ്ങൾ മീൻ കച്ചവടമുള്ള സമയത്ത് ഇവിടെയൊക്കെ വന്നിട്ടാണ് ഫുഡ് കഴിച്ചിരുന്നത്. ഫുഡ് കഴിച്ചിട്ടായിരിക്കും വീട്ടിലേക്ക് വരിക. പിള്ളേരുടെ അടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ്. അപ്പോൾ നന്ദുവാണ് വീഡിയോ എടുക്കണം കേട്ടോ. നന്ദു ഇങ്ങനെ എന്നാലും പറയാം, അമ്മ വീഡിയോ വേഗം വേഗം ഇടണം. അപ്പം വീഡിയോയിൽ അങ്ങനെ നിൽക്കില്ലയെന്നേ ഉള്ളൂ. പക്ഷേ വീഡിയോ ഇട്ടോളാൻ പറയും വേഗം വേഗം. ഇങ്ങനെ കുറേ ഗ്യാപ്പ് വരാണ്ട് ഇടണമെന്ന് പറയും. അങ്ങനെ ഞങ്ങളിതേ വീട്ടിലെത്തിയിട്ട് ആ സമയം 5:15 നമ്മുടെ ക്ലോക്കിൽ 5 മിനിറ്റ് കുറവാണ്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ഞാൻ ചെറിയൊരു സോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് പോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ടൈമില്ല. അപ്പോൾ ഞാൻ ഇനി എന്തായാലും വണ്ടി എടുത്ത് ഓടാൻ പോവാണ്. ഇപ്പോൾ ഈ നോമ്പൊക്കെ തുടങ്ങിയതിന് ശേഷം നമുക്ക് പകലൊക്കെ ഓട്ടം കുറവാണ്. പുറത്തിറങ്ങിയാലൊന്നും അങ്ങനെ ആളില്ല. പിന്നെ ഫുള്ള് വെയിൽ കൊണ്ട് ആകെ ടയേർഡാവും. അപ്പോൾ ഉറങ്ങുകയാണ് ചെയ്യൽ. ഇന്നിപ്പോൾ ഞാൻ ഒരു 3/4 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു നല്ല വീഡിയോ ആണെന്ന് വിചാരിക്കുന്നത്. പുറത്തൊക്കെ പോയപ്പോൾ സന്തോഷം. കുട്ടികളെയും കൊണ്ട് 2 ദിവസം ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ പോകണം എന്നുള്ളത്. പിന്നെ അതിന് മാത്രം പൈസ ചിലവൊന്നുമില്ല. ചില അവിടെ പോകണതിനും ചിലവില്ലല്ലോ. പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ചതിൻ്റെയും പിന്നെ നമ്മളൊരു സ്നാക്സ് വാങ്ങി കഴിച്ചതിൻ്റെയും പൈസ എല്ലായിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ ഞങ്ങളൊന്നും പിന്നെ ലേസ് വാങ്ങിയതിൻ്റെ വേറെ അങ്ങനെ ഹെവി ആയിട്ട് അങ്ങനെ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. ചെറിയ പൈസയിൽ പോയി വന്നു. ഇപ്പോൾ ബീച്ചിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവിടെ ഉപ്പിലിട്ടതിനൊക്കെ 10 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ ഉപ്പിലിട്ടതും ഓരോ ഐസ്വൃതി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അപ്പോൾ എന്തായാലും ഓക്കെ. ഇനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം കേട്ടോ. എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യാം. അതെന്താണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യും കേട്ടോ, വെറുതെ അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.